കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് പതിവ് പോലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി ജനലിൻ്റെ അവിടെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും ഒരു മയിലില്ലേ അല്ലേ. അപ്പോൾ ആ മയിൽ ഇവിടെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഈ മയിൽ വരുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ. ലൈക്ക് മാത്രം കുറവാണ്, വ്യൂസ് വരുന്നതിൻ്റെ അത്ര ലൈക്കില്ല. വ്യൂസും കുറവാണ്, പക്ഷേ ലൈക്ക് ഇടണേ എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ വല്ല മാറ്റം വരുത്തണമെങ്കിൽ അറിയുള്ളൂ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പത്രീൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പത്രി ഉണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ കുട്ടികൾക്ക് കാകം കൊടുത്തു. പിന്നെ ഞാൻ ബ്രെഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ കുട്ടികൾക്കും വേണമെന്നാണ്, കുട്ടികൾക്ക് മുറിച്ച് കൊടുത്തു. ഞാനും 2 ബ്രെഡൊക്കെ എടുത്ത് കഴിച്ചു. പണ്ടൊക്കെ ഇതേപോലെ കൈയോടൊക്കെ മറിച്ചിടാൻ ഭയങ്കര പേടിയാട്ടോ, പൊള്ളുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴൊക്കെ പിന്നെ എക്സ്പീരിയൻസ് ആയില്ലേ, അതുകൊണ്ട് പിന്നെ പേടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം വെച്ച സാമ്പാർ ഉണ്ടായിരുന്നു, അത് ഞാൻ തിളപ്പിച്ച് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. വേവുള്ള അരിയാണ്, മട്ടരി ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പായസം വന്നു കേട്ടോ. പായസം ഇത് AIYFൻ്റെ ഇവിടെ മണ്ണൂരുള്ള അവർ സംഘടന വയനാട്ടിലുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ട് പായസം ചലഞ്ച് വെച്ചാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നല്ല അടിപൊളി പാലടയായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, കുറച്ച് കുടിച്ചാൽ മതി, നമ്മളവിടെ മയങ്ങി വീഴും, അത്രയും മധുരമായിരുന്നു കേട്ടോ. പിന്നെ അതേപോലത്തെ 1 ലിറ്റർ പറഞ്ഞിട്ട് വാങ്ങിയപ്പോൾ നിറയെ ഉണ്ടാവുകയും ചെയ്തു കേട്ടോ. ഒരു വട്ടം ഇതേപോലെ വാങ്ങിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഇപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പായസം കുറച്ചുള്ളത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കേട് വരും, ഒരു നേരത്തെ ഉണ്ടാക്കണമല്ലേ. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അത് ഉപ്പേരിയൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് മാന്തൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറുക്കാൻ വിചാരിച്ചു കേട്ടോ. കുറച്ചെടുത്ത് വറുത്തുണ്ടായിരുന്നു, ഉമ്മ തന്ന. അപ്പോൾ ഉമ്മ അവിടെ അവർ കഴിക്കില്ലല്ലോ, അങ്ങനെ ഒരുപാട് കഴിക്കില്ലല്ലോ, അവരുടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ അവർക്ക് തന്ന. അപ്പോൾ ഇത് നല്ല ഉപ്പുള്ളതാണ് കേട്ടോ. കുറച്ച് നേരം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി വെള്ളത്തിലിടണം. ഞാൻ ഒരു 4 മാറ്റി വെച്ചു കേട്ടോ, കാരണം കുട്ടികൾക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും പൊരിക്കാനുണ്ടാകുമ്പോൾ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതെടുത്ത് പൊരിക്കാമല്ലോ, അതിന് വേണ്ടി മാറ്റി വെച്ചാണ് കേട്ടോ. പിന്നെ മാന്തൽ ചിലത് നല്ല വലിപ്പമുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടൊക്കെ വറുക്കാം. ബാക്കിയൊക്കെ അതേപോലെ തന്നെ വറുക്കാം. അപ്പോൾ വലുത് കുറച്ചുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് പൊരിച്ചപ്പോൾ അതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ വലുത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് ഉപ്പൊക്കെ പോയിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകണം. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ മെല്ലെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ കിതപ്പ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കുറവായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ബീട്രൂട്ടിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് അങ്ങനെ മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര മുറിച്ചാലും ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ മുറിക്കുമ്പോൾ ഭയങ്കര കഷ്ടം തോന്നിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ ബീട്രൂട്ട് മുറിക്കലിട്ട്, കാരണം നൈസായിട്ട് മുറിക്കണം. അപ്പോൾ ഇത് എങ്ങനെ മുറിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് ഇതാവില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ഓരോ ഡിസൈനിൽ മുറിച്ച് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ തന്നെ നമ്മൾ ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ മെഴുക്കുവരട്ടി വയ്ക്കാൻ വിചാരിച്ചിട്ടോ. ആദ്യമൊക്കെ അതൊക്കെ വാട്ടിയിട്ടാണ് വെച്ചായിരുന്നു, പിന്നെ ഇതേപോലെ വയ്ക്കാനായി. അപ്പോൾ നമ്മൾ പപ്പടം പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, അതന്നെ എടുത്തിട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പേരിക്കുള്ളതൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട്, നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, ഇതിന് കുറച്ച് വേവുള്ളതാണല്ലോ ബീട്രൂട്ട് ആയതുകൊണ്ട്, അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കുറച്ച് നേരമായി അത് നേരാക്കണ വരെ അത് വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഉപ്പൊക്കെ പോയി വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ തിരുമ്പിയിട്ടുണ്ട്. കുറച്ചേ തിരുമ്പിയിട്ടുള്ളൂ കേട്ടോ, കാരണം കുട്ടികൾക്ക് ആകുമ്പോൾ അധികം എരിവ് വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചേ തിരുമ്പിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് മറ്റേ വലിയ അടുപ്പിലേക്ക് ഉപ്പേരിനി വേവല്ലേ വേണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അത് മാറ്റി വലിയ അടുപ്പിലേക്ക് വെച്ചു കേട്ടോ ഉപ്പേരി. അപ്പോൾ ആ അടുപ്പിൽ നമുക്ക് ഇനി മീൻ വറുക്കാനുള്ളത് വെക്കാമല്ലോ. അപ്പോൾ രണ്ടും ഒരുമിച്ചാവും ചെയ്യും, വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യും വേണ്ട. അപ്പോൾ പണി നമുക്ക് വേഗം ഒരുങ്ങും. അപ്പോൾ ആ ചട്ടി വെച്ചിട്ട് നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ വറുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് വന്നിട്ട് മീൻ വറുക്കാനാണെങ്കിൽ അടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാവിടെയും എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണമയം ഇല്ലാത്തടത്താകുമ്പോൾ വാലൊക്കെ ആകുമ്പോൾ അവിടെ പിടിച്ച് പിന്നെ ആ വാല അവിടെ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഇരിക്കും.
അങ്ങനെ പിന്നെ എണ്ണയൊക്കെ ചൂടായിട്ട് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും ആദ്യമൊക്കെ നമുക്ക് എനിക്കൊക്കെ ഭയങ്കര പേടിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടാനായിട്ട്, കൈ കൊണ്ട് ഇതേപോലെ ഇടാനായിട്ട്. ഇപ്പോഴൊക്കെ പിന്നെ കൈ കൊണ്ട് തന്നെ മറിച്ചിടലില്ല കേട്ടോ ഇപ്പോൾ. പിന്നെ അതൊക്കെ എല്ലാം ഓരോന്നിട്ടിട്ട് അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ അങ്ങോട്ട് ബാത്റൂം ആയതുകൊണ്ട് ഞാൻ പിന്നെ വേഗം അലക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൈ കഴുകിയിട്ട് വന്നിട്ട് ഇത് ഇളക്കും, മീനൊക്കെ മറിച്ചിടുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാ പണിയും കൂടി ഒരുമിച്ച് കഴിയുമല്ലോ, അത് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് ആവണവരെ അതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സോപ്പ് പൊടിയിലിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിരുമ്മാൻ എടുത്ത് കുറച്ച് മീനൊക്കെ പൊരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇട്ടത് പിന്നെ രണ്ടാമത് ഇട്ടാണ്. അങ്ങനെ അതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കഴിക്കാൻ വരിക. അപ്പോൾ ചൂടുള്ള ചോറാണെങ്കിൽ പിന്നെ അത് ആറാനൊക്കെ വെച്ചിട്ട് വേണ്ട കഴിക്കാൻ. അപ്പോൾ കഴിക്കാൻ കയറി വന്നാൽ അപ്പോൾ തന്നെ ആൾക്കാർ വിളിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് പോകണം. ചിലപ്പോൾ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാനൊക്കെ സമയം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആൾ വിളിച്ചിട്ട് അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ അത് ആറാൻ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ മീൻ മുളക് തിരുമ്പിയതും പൊരിച്ചതിൻ്റെയൊക്കെ പാത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കഴുകാൻ. അപ്പോൾ കഴുകുന്നതുകൊണ്ട് പിന്നെ അധികം പാത്രങ്ങളില്ല കേട്ടോ. അധികം നമ്മൾ അപ്പോൾ തന്നെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ, ഉച്ച സമയമാകുമ്പോൾ നമുക്ക് അധികം പാത്രങ്ങൾ കഴുകേണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ലോഡ് പാത്രങ്ങൾ തന്നെ കഴുകാൻ വേണ്ടി നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ നമ്മൾ സിങ്കൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് ചളിയൊന്നുമില്ല, കാരണം നമ്മളിപ്പോൾ വല്ലാണ്ടൊന്നും കുക്ക് ചെയ്യാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് എല്ലാവിടെയും ഒന്ന് സോപ്പിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അധികം വൃത്തികേടൊന്നുമില്ല, ഡെയിലി നമ്മൾ കഴുകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ലേസോളൊന്നും ഒഴിച്ചില്ല കേട്ടോ. ലേസോളൊക്കെ നമ്മൾ മീനൊക്കെ പച്ച മീനൊക്കെ നേരാക്കുമല്ലോ, അപ്പോഴാണ് ലേസോളൊക്കെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ജലദോഷത്തിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇത്തിരി ഡള്ളായിട്ട് പോലെ ഒരു സാഡായിട്ടുള്ള പോലെ ഇരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ കിതപ്പ് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് സ്ട്രെയിൻ ചെയ്യാണ്ട് ഒന്ന് ലോ ആയിട്ട് പറയുന്നത് കേട്ടോ, വോയിസ് കുറച്ച് പറയുന്നത്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് കുളിക്കലും അലക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി എത്താണ് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറും കുറച്ച് ഒഴിച്ച് മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കഴിച്ചു, അത്രയേ ഉള്ളൂ. എന്തായാലും എടുത്തിട്ടുണ്ട്, നമുക്കിനി കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലായതുകൊണ്ട് ഭയങ്കര ക്ലിയർ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജനലിൻ്റെ അവിടെ വന്ന് നിന്നാണ്. പിന്നെ അവർ TV തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നടുവിൽ വെച്ച ഈ കസാരണ്ടല്ലോ, അത് എനിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമായപ്പോൾ കട്ടൻ ചായയൊക്കെ വെച്ചു. കട്ടൻ ചായ ഇതാ നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്, പാത്രത്തിലല്ല ഒരു ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇരുന്ന് താഴെ കുടിക്കുമ്പോൾ ഞാനങ്ങനെ താഴെ നിന്ന് കുടിച്ചു കേട്ടോ. ചായ കുടിച്ച് പിന്നെ താഴെ വന്നു. അപ്പോൾ മോനിക്ക് പനി ആയതുകൊണ്ട് നമ്മൾ കഷായം വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ തന്നെ കൊടുത്തുണ്ടാക്കിയതാട്ടോ. കനിക്കുറുക്ക ഭയങ്കര നല്ല വലിപ്പമുള്ള ഇലയായിട്ടുണ്ട് കേട്ടോ. നല്ല മണ്ണുമാണ്, അതേപോലെ തന്നെ മഴയൊക്കെ ആണല്ലോ, അതുകൊണ്ട് നല്ല വലിപ്പമുള്ള ഇല ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആടലോടെ കിട്ടുക നന്നായിട്ട് പടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കുട്ടിക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന്, വീഡിയോയ്ക്ക് വല്ല മാറ്റം വരുത്തേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.